ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ. ഹൗ ടു ഫൈൻഡ് ദി ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പല കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് അനലൈസ് ചെയ്താലും അതിലെല്ലാം തന്നെ ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് മിനിമം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈവൻ നമ്മളുടെ സെറ്റ് ആയിക്കോട്ടെ, HSST ആയിക്കോട്ടെ, അതേപോലെ തന്നെ HSA ആയിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ, അത് PG ലെവൽ നമുക്ക് നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു പോയിന്റ് നമുക്ക് ആ ഈസി ആയിട്ട് നമ്മളുടെ ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താണ് ഡൊമൈൻ എന്നുള്ളതിന് മലയാളത്തിൽ എന്താ പറയുന്നതെന്നും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചോളൂ കേട്ടോ. കാരണം നമ്മുടെ HSA പോലുള്ള പല എക്സാമുകളും മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക അല്ലേ. അപ്പോൾ ഡൊമൈൻ എന്നുള്ളതിന് നമ്മൾ മണ്ഡലം എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പോൾ ഹൗ ടു ഡിഫൈൻ ദിസ് ഡൊമൈൻ, അതൊന്ന് ആദ്യം പറയൂ. എങ്ങനെയാണ് ഡൊമൈൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഇൻപുട്ട് വാല്യൂസ് ഫോർ വിച്ച് ദി ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്. അതാണ് നമ്മൾ ഡൊമൈൻ ആയിട്ട് പറയുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഡൊമൈൻ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കൂ. f of x is equal to log x divided by x square minus 3x plus 2. ഈ ഫംഗ്ഷന് തന്നിരിക്കുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ഡൊമൈൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡൊമൈൻ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് ആദ്യം അനലൈസ് ചെയ്യണം. ആ അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ പോസിബിൾ ആയിട്ടുള്ള എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡൊമൈൻ ആയിട്ട് പറയുക. അപ്പോൾ അതിന് നോക്കുമ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ ഏതാണ്? log x ആണ് നമുക്ക് ന്യൂമറേറ്ററിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈ log x എന്നുള്ള ഈ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അത് എന്താണ് ആ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകതയായിട്ടുള്ളത്? log x ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ x ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പോൾ we can say that log x is defined only for x greater than 0. x greater than 0 വരുന്ന കേസിലാണ് നമുക്ക് log x ഡിഫൈൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കേസിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ log x ഡിഫൈൻ ആവണം എന്നുണ്ടെങ്കിൽ x greater than 0 ആയിട്ടുള്ള പോയിന്റ്സ് ആണെന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ അതിൻ്റെ ഡിനോമിനേറ്റർ പോർഷൻ ഒന്ന് പരിശോധിക്കൂ. ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ആണ്. നമുക്കതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് ആദ്യം തന്നെ എഴുതാം. അപ്പോൾ എങ്ങനെയാണ് അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? f of x is equal to നമുക്ക് തന്നിരുന്ന ഫംഗ്ഷൻ log x divided by x square minus 3x plus 2 എന്നുള്ളതാണ്. ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഈ ഫംഗ്ഷനെ നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? log x divided by, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് +2ഉം സം വന്നിരിക്കുന്നത് -3 ആണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏതൊക്കെയാണ് നമുക്ക് റൂട്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക? ഇപ്പൊ നമ്മൾ പ്രോഡക്റ്റ് 2 വരണം, സം -3 വരണം. അപ്പോൾ x-1 ഇൻറ്റു x-2 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാര്യം ഓക്കെ ആയില്ലേ? പ്രോഡക്റ്റ് ഒന്ന് നോക്കൂ, -1 ഇൻറ്റു -2 അല്ലേ. അപ്പോൾ എന്താ ഒബ്റ്റെയിൻ ചെയ്തത്? +2, ദെൻ സം -1 പ്ലസ് -2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു -3. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതി. ഇനി ഈ ഫംഗ്ഷൻ ഒന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതായി മാറുന്ന 2 പോയിന്റ്സ് ഉണ്ടല്ലോ. എപ്പോഴാ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു റാഷണൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതായിട്ട് മാറുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആകുന്നത്, ആ പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ദിസ് ഫംഗ്ഷൻ f of x is defined ഏതൊക്കെ പോയിന്റ്സിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതായിട്ട് മാറുന്നത്? x is equal to 1 വന്നാൽ, അതോടൊപ്പം തന്നെ x is equal to 2 വന്നാൽ, ഈ 2 പോയിന്റ്സിൽ ഇത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻ എന്താവില്ല? ഡിഫൈൻഡ് അല്ലാതായി മാറും. അതേപോലെ തന്നെ log xന്റെ കേസ് നമ്മൾ പറഞ്ഞു, x greater than 0 എന്നുള്ള പോയിന്റിൽ മാത്രമായിരിക്കും log x ഡിഫൈൻഡ് ആയിട്ട് വരിക. മനസ്സിലായോ? അപ്പോൾ ഈ 2 കേസസും നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്നതിന് വേണ്ട കാര്യമാണ് അല്ലേ. അപ്പോൾ ദിസ് ഫംഗ്ഷൻ f of x is defined only for ഏതൊക്കെ കേസസിലാണ് നമുക്ക് ഡിഫൈൻഡ് ആയിട്ട് മാറുന്നത്? ഓൺലി ഫോർ ദി സെറ്റ് ഓഫ് ഓൾ
x such that x greater than 0 and ഏതൊക്കെ പോയിന്റ്സ് വേണം? x not equal to 1, 2. ഈ 2 പോയിന്റ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് such that x greater than 0 and x not equal to 1, 2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഇന്റർവൽ ഫോമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുക? The set of all x such that, which implies the set of all x such that x greater than 0 ആകണം. പക്ഷെ എന്താവാൻ പാടില്ല? 1ഉം 2ഉം പാടില്ല. ആ 2 പോയിന്റ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സ് അല്ലെ. അപ്പൊ എങ്ങനെയാ എഴുതാൻ പറ്റുക? അപ്പോൾ എങ്ങനെയാ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുക? ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി മൈനസ് ഏത് 2 പോയിന്റ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്? ദി സെറ്റ് ഓഫ് ഓൾ 1, 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പോയിന്റിന്റെ ഡെഫിനേഷൻ ആയിട്ട് വരിക. അപ്പോൾ ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി എന്നുള്ള പോയിന്റിൽ നിന്നും 1, 2 എന്നൊരു പോയിന്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുക? ദെൻ ഇതിനെ നമ്മൾ ഇന്റർവൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ഓപ്പൺ ഇന്റർവൽ 0, 1 ദെൻ യൂണിയൻ. ഇവിടെ 1 എന്നുള്ള പോയിന്റ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ് ആണ് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് ഓപ്പൺ ഇന്റർവൽ 1, 2 ദെൻ 2 എന്ന പോയിന്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടില്ല. ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണ് നമ്മളത് യൂസ് ചെയ്യുക. 2 to infinity. ഈ പോയിന്റ്സ് ഒക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ട് വരിക. സോ വി ക്യാൻ സേ ദാറ്റ് f of x is equal to log x divided by x square minus 3x plus 2 is defined. That means the domain of the given function df that will be equal to 0, 1 open interval 0, 1 union open interval 1, 2 union open interval 2 to infinity. ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഡൊമെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന്? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്താണോ അത് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഫംഗ്ഷൻസ്, ഒന്ന് ലോഗ് എക്സ് ആയിരുന്നു, രണ്ടാമത് നമുക്ക് ഉണ്ടായിരുന്ന ഫംഗ്ഷൻ x square minus 3x plus 2 ആണ്. ഈ 2 ഫംഗ്ഷന്റെയും പ്രോപ്പർട്ടി അനലൈസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഇതിന്റെ ഡൊമെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, f of x is equal to square root of 9 minus x square. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ഡൊമെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്താണ് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത? ഇതൊരു സ്ക്വയർ റൂട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആ സ്ക്വയർ റൂട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആക്ച്വലി ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ 9 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള പോർഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന കേസിലാണ് നമ്മൾ ഇത് ഡിഫൈൻഡ് ആയിട്ട് വരിക അല്ലെ. അപ്പോൾ ദിസ് ഫംഗ്ഷൻ f of x is defined for ഏത് കേസാണ്? ഇത് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ്. അപ്പൊ റിയൽ വാല്യൂസ് വരുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും അത് ഡിഫൈൻഡ് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുക? ദാറ്റ് വിൽ ഇംപ്ലൈ 3 മൈനസ് എക്സ് ഇൻറ്റു 3 പ്ലസ് എക്സ് greater than or equal to 0 അല്ലെ. 3 മൈനസ് എക്സ് ഇൻറ്റു 3 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എങ്ങനെയാണ് നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന്റെ ഇന്റർവെൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. എന്നാലും കുറേ പേർക്ക് ഡൗട്ട് ആയിരിക്കും ഈ ഒരു പോർഷൻ എത്തുമ്പോൾ എങ്ങനെയാണ് ഇന്റർവെൽസ് എഴുതുന്നത്? ലെസ് ദാൻ 3 ആണോ, ഗ്രേറ്റർ ദാൻ 3 ആണോ, അതോ ഇൻ ബിറ്റ്വീൻ -3 ആൻഡ് +3 ആണോ? എങ്ങനെയാണ് നമുക്ക് എഴുതാനായിട്ട് പറ്റുക? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു ലൈൻ വരച്ചു. ഓക്കെ, ഈ ലൈൻ നമ്മൾ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി ആണെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതിൽ 3 മൈനസ് എക്സും ഉണ്ട്, 3 പ്ലസ് എക്സും ഉണ്ട്. അപ്പൊ ഈ 2 പോയിന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ അതിന്റെ ഡിവിഷൻസ് വരിക?
ഇവിടെ -3 ഒരു പോയിന്റ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ദെൻ +3 എന്നുള്ളത് അനദർ പോയിന്റ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ -3 to +3 എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഇന്റർവെൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 3 - x = 0 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x = 3 ആണ് പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്യുക. ഇവിടെ 3 + x = 0 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ x = -3 എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന പോയിന്റ് അല്ലെ. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സും നമ്മൾ ഈ ഇന്റർവെല്ലിൽ മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ഇന്റർവെൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ. ഇവിടെ -3 ഇൻഫിനിറ്റി ടു -3 ഒരു ഇന്റർവെൽ, നെക്സ്റ്റ് ഇന്റർവെൽ എന്ന് പറയുന്നത് -3 to 3, അനദർ ഇന്റർവെൽ എന്ന് പറയുന്നത് 3 to ∞ എന്നുള്ളത്. ഈ 3 ഇന്റർവെല്ലിന്റെ ഇടയ്ക്ക് ഈ കിട്ടിയിരിക്കുന്ന ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടേ? ഇപ്പോൾ -∞ to -3 അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ -4 എന്നൊരു വാല്യൂ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ x = -4 ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ -4 എടുക്കുമ്പോൾ നമ്മളുടെ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്താണ് അതിനകത്തുനിന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ 3 - x -4 ആണ്. അപ്പൊ അവിടെ എന്താ വരിക? 3 + 4 വരും. അപ്പൊ വാല്യൂ പോസിറ്റീവ് ആണല്ലോ. അതേപോലെ 3 + -4 വരിക, അവിടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ, ഒരു നെഗറ്റീവ് വാല്യൂ, അങ്ങനെയല്ലേ അവിടെ കിട്ടുക. അപ്പോൾ 1 നെഗറ്റീവ് ദെൻ 1 പോസിറ്റീവ്. ആദ്യം പോസിറ്റീവ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ 3 - 4 എന്നുള്ളിടത്ത് നെഗറ്റീവ് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യും. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ് ആൻസർ? നെഗറ്റീവ് ആണ് ആൻസർ വരിക. അതായത് ഈ പോർഷനിൽ നമുക്ക് നെഗറ്റീവ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതേപോലെ -3 to 3 ആയിട്ടുള്ള അടുത്ത ഒരു പോയിന്റ് ചൂസ് ചെയ്യുക. -3 to 3 വരുന്ന നെക്സ്റ്റ് ഒരു പോയിന്റ് ഏതാ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക? x = 0 ചൂസ് ചെയ്യാം അല്ലെ. x = 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? 3 - 0. 3 - 0 പോസിറ്റീവ് ആണ്. അപ്പോൾ x = 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം പോസിറ്റീവ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദെൻ 3 + 0 ആണ്. 3 + 0 is also positive. So we have positive. So positive into positive വരുന്നത് എന്താണ്? പോസിറ്റീവ്. So in this interval we have the value positive. ഓക്കെ, നെക്സ്റ്റ് 3 to ∞. ഈ ഇന്റർവെലിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യണം. 3 to ∞ x = 4 എന്നുള്ളത് ചൂസ് ചെയ്യാലോ. സോ x = 4 ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. 4 കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ 3 - 4 എന്ന് വരും. 3 - 4 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ വി ഹാവ് നെഗറ്റീവ് ഇൻറ്റു 3 + 4 വരും. 3 + 4 വരുമ്പോൾ അത് പോസിറ്റീവ് വാല്യൂ ആണ്. സോ വി ഹാവ് പോസിറ്റീവ്. സോ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ദാറ്റ് വിൽ ഓൾസോ ഈക്വൽ ടു നെഗറ്റീവ്. ഓക്കെ, സോ നമുക്ക് ഈ ഇന്റർവെൽസ് പരിശോധിക്കുമ്പോൾ നമ്മുടെ വേണ്ട ഫംഗ്ഷന്റെ ഇന്റർവെൽ വിച്ച് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഏത് റേഞ്ചിലാണോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് ആ ഇന്റർവെൽ വേണം നമ്മളിവിടെ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഒബ്റ്റെയിൻ ചെയ്ത ഇന്റർവെൽ എന്ന് പറയുന്നത് ഏതാണ്? -3 to 3 വരുന്ന ഈ ഒരു ഇന്റർവെല്ലിലാണ് നമുക്ക് തന്നിരുന്ന ആ ഫംഗ്ഷൻ പോസിറ്റീവ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? സോ വി ക്യാൻ സേ ദാറ്റ് ഹിയർ which implies x belongs to closed interval -3 to 3 എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആൻസർ. എങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇന്റർവെൽ എഴുതുമ്പോൾ മിക്കവർക്കും ഒരു ഡൗട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇതേപോലെ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ ഒരു റേഞ്ചിൽ എന്താണോ വാല്യൂ വരുന്നത് അതിനകത്ത് നിന്നും കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഇതേപോലെ ആ റേഞ്ച് ഏതാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഹിയർ ആൻസർ x belongs to -3 to 3 ആണ് നമ്മളുടെ ഡൊമൈൻ ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ f എന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ? അപ്പോൾ ആ മാർക്ക് കളയരുത്. ഇതേപോലെ നമ്പർ ലൈൻ വിളയ്ക്കാമെന്നുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് മിസ്റ്റേക്ക് വരാതെ ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, f of x is equal to square root of x - 2 divided by 3 - x.
ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന്റെ പ്രോപ്പർട്ടി ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ അല്ലേ. സ്ക്വയർ റൂട്ട് ഫംഗ്ഷന്റെ പ്രത്യേകത ഇപ്പൊ നമ്മൾ പറഞ്ഞതാണല്ലോ. എന്താണ് സ്ക്വയർ റൂട്ടിന്റെ അകത്ത് വരുന്ന ഫംഗ്ഷന്റെ വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ട് വരിക. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഫോം എന്താണ്? വിച്ച് ഇംപ്ലൈസ് സ്ക്വയർ റൂട്ടിന്റെ അകത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഇതിനെ കമ്പാരിസൺ ചെയ്യാനായിട്ട് നേരത്തെ പോലെ ഒരു ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരണ്ടേ? എങ്ങനെയാണ് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നത്? ഇവിടെ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ ഏതാണ്? 3 മൈനസ് എക്സ് ആണ് ഡിനോമിനേറ്ററിലെ ഫംഗ്ഷൻ. ഈ 3 മൈനസ് എക്സിനെ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താലോ? അപ്പൊ എന്താ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? വിച്ച് ഇംപ്ലൈസ് എക്സ് മൈനസ് 2 ഇസ് ദാറ്റ് എക്സ് മൈനസ് 2 ഇൻറ്റു 3 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ് അവിടെ ഓൾറെഡി ഉണ്ട്. ഒരു 3 മൈനസ് എക്സ് കൊണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക അല്ലെ. ഇപ്പൊ നോക്കൂ, എക്സ് മൈനസ് 2 ഇൻറ്റു 3 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിനോമിനേറ്റർ ഫോം ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ 3 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കില്ലേ? ഒരു സ്ക്വയർ ഫംഗ്ഷൻ അല്ലേ ഇത്? സ്ക്വയർ ഫംഗ്ഷൻ ആവുമ്പോൾ ദാറ്റ് വിൽ ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെയാ പറയാൻ പറ്റുക? വിച്ച് ഇംപ്ലൈസ് ഈ ഡിനോമിനേറ്റർ ഫോം എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ than or equal to 0 ആണ്. So we can write this in the form x minus 2 into 3 minus x greater than or equal to 0. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതേപോലെ എക്സ് മൈനസ് 2 ഇൻറ്റു 3 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും എക്സിന്റെ റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതല്ലേ എങ്ങനെയാ റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ജസ്റ്റ് നമ്മളൊരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്യുക. നമ്പർ ലൈൻ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണെന്നുള്ള അസംഷനിൽ നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ പോയിന്റ്സ് ഏതൊക്കെയാണ് ആ ഇന്റർവെൽ പോയിന്റ്സ് വരുന്നതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സ് മൈനസ് 2 ആണ് ഒരു ഫംഗ്ഷൻ. ആ ഒരു ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 വരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഏതാ പോയിന്റ് വരിക? 2 എന്നുള്ള പോയിന്റ് ആണ് കിട്ടുക. ഇവിടെ 3 മൈനസ് എക്സ് ആണ് അടുത്ത ഫാക്ടർ. ആ 3 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നു അല്ലെ. അപ്പോൾ വി ഹാവ് ഹിയർ 2 to 3 ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. 2 to 3. സോ ഈ ഒരു പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 2ഉം ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 3യുമായിട്ടുള്ള പോയിന്റ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എക്സിന്റെ റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സിന്റെ ഡൊമൈൻ ഏതാണ് വരിക എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 2 വരെയുള്ള പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 2 വരെയുള്ള പോയിന്റിൽ ഏത് പോയിന്റാണ് നമുക്ക് ഇപ്പോൾ എടുക്കാനായിട്ട് പറ്റുക? എക്സ് ഇസ് ഈക്വൽ ടു 0 ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു റീജിയനിലല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നൊരു പോയിന്റ് ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? 0 മൈനസ് 2 അവിടെ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക അല്ലെ. നെഗറ്റീവ് ഇൻറ്റു 3 മൈനസ് 0. 3 മൈനസ് 0 ഈസ് പോസിറ്റീവ്. സോ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആണ് അവിടെ. സോ ദാറ്റ് വിൽ ബി നെഗറ്റീവ്. അപ്പൊ ആൻസർ നെഗറ്റീവ് ആണ്. ആ ഒരു റേഞ്ചിൽ ആൻസർ കിട്ടുക. ഇനി നെക്സ്റ്റ് 2 to 3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിലോ 2 to 3 എന്നുള്ളതിൽ 2.5 നമുക്ക് എടുക്കാമല്ലോ. സോ എക്സ് ഇസ് ഈക്വൽ ടു 2.5 എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 2.5 ആകുമ്പോൾ എന്താ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? 2.5 minus 2. That will be positive. അല്ലേ? Positive. Then 3 minus 2.5. 3 minus 2.5 is also positive. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് ഈ റീജിയൻ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. എക്സ് ഇവിടെ 3 to ഇൻഫിനിറ്റി വരെയുള്ള ഒരു പോയിന്റിൽ ആ ഇന്റർവെലിന്റെ അകത്തുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യണം. സോ ലെറ്റ് us ടേക്ക് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്നുള്ളത് ചൂസ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 4 ആകുമ്പോൾ
4 മൈനസ് 2 ആണ് അല്ലെ. 4 മൈനസ് 2 വരുമ്പോൾ അത് പോസിറ്റീവ് വാല്യൂ ആണ്. സോ വി ഹാവ് പോസിറ്റീവ്. ദെൻ 3 മൈനസ് 4 ആണ് വരിക. അവിടെ എന്താ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? നെഗറ്റീവ് വാല്യൂ ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ നെഗറ്റീവ്. സോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്നാണ് അവിടെ കിട്ടുക. സോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോൾ ഹിയർ ഓൾസോ ദർ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഞ്ച് നോക്കൂ. -∞ to 2 വരെ നെഗറ്റീവ്, 2 to 3 വരെ പോസിറ്റീവ്, ദെൻ 3 to ഇൻഫിനിറ്റി വരെ നെഗറ്റീവ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുള്ള പോയിന്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് നമ്മളുടെ കൺസേൺ റീജിയൻ വരിക? പ്ലസ് വരുന്ന റീജിയൻ. അപ്പോൾ അത് ഏതാണ് റീജിയൻ? 2 to 3 എന്നുള്ളതാണ് വരിക. പക്ഷെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 2ഉം 3യും ഇൻക്ലൂഡഡ് ആണോ എക്സ്ക്ലൂഡഡ് ആണോ, അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ ആണോ ഓപ്പൺ ഇന്റർവെൽ ആണോ നമുക്ക് വരിക എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് നോക്കിയേ. x-2 ഡിവൈഡഡ് ബൈ 3 - x ആണ്. ഈ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അറ്റ് ദി സെയിം ടൈം ഹിയർ x നോട്ട് ഈക്വൽ ടു ഏത് പോയിന്റ് ആയിരിക്കണം? 3 എന്നുള്ള പോയിന്റ് നോട്ട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ 3 എന്നുള്ള പോയിന്റ് ആണ് എക്സിന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുമോ? അവിടെ ഇല്ല അല്ലെ. അപ്പോൾ ഇതും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ എഴുതാനായിട്ട്, ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്നുള്ളത് എഴുതാനായിട്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു 3 പാടുള്ളൂ. അപ്പൊ ഏത് പോയിന്റ് ഇൻക്ലൂഡഡ് ആണ് ഏത് പോയിന്റ് എക്സ്ക്ലൂഡഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാം, പക്ഷെ 3 എന്നുള്ള പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? വിച്ച് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ 2 ബട്ട് ഓപ്പൺ ഇന്റർവെൽ 3. ഇതാണ് നമുക്ക് ഇതിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ റാഷണൽ ഫംഗ്ഷൻ ആകുമ്പോൾ ഇതേ രീതിയിലും കൂടി ചെക്ക് ചെയ്തിട്ട് ആൻസർ നമ്മൾ എഴുതാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഏതിലാണ് ആ പോയിന്റ് ഡിഫൈൻഡ് അല്ലാതായിട്ട് മാറുന്നത് എന്നും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ അതിനനുസരിച്ച് ആൻസർ എഴുതാനായിട്ട്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, f of x is equal to square root of x square plus x minus x plus square root of 4 plus 3x minus x square. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ 2 സ്ക്വയർ റൂട്ട് ഫംഗ്ഷന്റെ സം ആയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളുടെ ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ റൂട്ട് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ട് സെപ്പറേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു ഡൊമൈൻ ഏതാണോ അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 എന്നുള്ളതാണ്. ഈ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതിയാലോ? ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഓൾറെഡി ഡയറക്റ്റ് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ഇതൊരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 എന്നുള്ള ആ ഫംഗ്ഷന്റെ പ്രത്യേകത എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നതാണ് ഈ ഒരു ഫംഗ്ഷൻ കേട്ടോ. അപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടി, ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് for x square plus x minus 6 that will be greater than or equal to 0 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതാലോ? ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത് -6ഉം സം കിട്ടിയിരിക്കുന്നത് +1ഉം ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ പ്ലസ് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റ് -6 വരും, സം എടുക്കുമ്പോൾ +1 വരും അല്ലേ. അപ്പോൾ അത് ഫാക്ടറൈസ് ചെയ്യാം. ഇതേ രീതിയിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതും അതേപോലെ തന്നെ നമുക്ക് 2 പ്രോഡക്റ്റ് ഫോമിൽ കിട്ടിയിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇതിൽ നിന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ റീജിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യാലോ? അപ്പോൾ റീജിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു നമ്പർ ലൈൻ നമ്മൾ വരച്ചു. ദെൻ ദിസ് ഈസ് -∞, ദിസ് ഗോസ് ടു +∞ എന്നുള്ളത് അസ്യൂം ചെയ്തു. ഇനി നമ്മളുടെ ഇന്റർവെൽ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ x + 3 = 0 കൺസിഡർ ചെയ്യുക. x + 3 = 0 ആണെന്നുണ്ടെങ്കിൽ x is equal to -3 ആണ് ഒരു പോയിന്റ് വരിക. സോ ഹിയർ -3, then x - 2 = 0, that will be equal to x is equal to 2.
അല്ലേ? ഇനി ഈ റീജിയൻ്റെ അകത്ത് ഈ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണം. ദെൻ -∞ to -3 എന്നുള്ള പോയിന്റിന്റെ അകത്ത് -4 നമുക്ക് കൺസിഡർ ചെയ്യാം. -4 +3 വരുമ്പോൾ നെഗറ്റീവ് വരും. -4 -2 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതും നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് x is equal to -4 ആണ്. -4 എടുക്കുമ്പോൾ -4 +3 എന്നുള്ളത് നെഗറ്റീവ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. അതേപോലെ -4 -2 എന്നുള്ളതും നെഗറ്റീവ്. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we have this portion is positive. Okay, then next -3 to 2 കൺസിഡർ ചെയ്യാം. 0 എന്ന പോയിന്റിനകത്ത് ഇൻക്ലൂഡഡ് അല്ലേ? ആ പോയിന്റ് ചൂസ് ചെയ്യാം. അപ്പോൾ 0 + 3 എന്നുള്ളത് പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ x is equal to 0 എന്ന പോയിന്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഫസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. 0 -2 ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ പ്ലസ് മൈനസ് അതെന്തായിരിക്കും ഇവിടെ വരിക? നെഗറ്റീവ്. ഓക്കെ, ദെൻ 2 to ∞ എന്നുള്ള പോയിന്റിന്റെ അകത്തുള്ള ഒരു ഇന്റർവെലിന്റെ അകത്തുള്ള ഒരു പോയിന്റ് 3 കൺസിഡർ ചെയ്യാം. അപ്പൊ എന്താ വരിക? x is equal to 3 കൺസിഡർ ചെയ്താൽ x is equal to 3, we have 3 + 3. 3 + 3 is positive. Then 3 - 2. 3 - 2 is also positive. So positive into positive ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. Here also that will be equal to positive. സോ നമുക്ക് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുള്ള പോയിന്റ് ആണ് വേണ്ടത്. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും നമ്മുടെ റീജിയൻ വരിക? ഈ ഒരു റീജിയനും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ റീജിയനും ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. സോ വി ക്യാൻ സേ ദാറ്റ് ദി സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ √(x² + x - 6) എന്നുള്ള ഈ ഒരു പോർഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ആക്ച്വലി ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് x belongs to then -∞ to -3, then union here 2 to ∞, closed interval 2 to ∞. റാഷണൽ ഫംഗ്ഷൻ അല്ലല്ലോ, അതുകൊണ്ട് അത് എക്സ്ക്ലൂഡ് ആയി പോകുന്ന പോയിന്റ് ഏതാന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് ഇതാണ് നമുക്ക് ഫസ്റ്റ് കേസിൽ കിട്ടുന്ന ഒരു റീജിയൻ. ഇനി നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് സ്ക്വയർ റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന്റെ വാല്യൂ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് we have square root of 4 + 3x - x². ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷന്റെ കേസിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇതിനെ ഒന്ന് നെഗറ്റീവ് സൈൻ ഒന്ന് നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുത്തിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഓഫ് എന്താണ് ഇവിടെ x², then -3x, then -4. ഇതിപ്പോ ഇതേ രീതിയിൽ എഴുതിയില്ലെങ്കിലും നമുക്ക് ഇതിന്റെ ഔട്ട് സൈഡിൽ എടുത്തിട്ട് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് വേണമെങ്കിൽ എഴുതിയാലും മതി. അതായത് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ അകത്തുള്ള ഫംഗ്ഷൻ ഗ്രീറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോഴാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ട് മാറുക. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 4 + 3x - x², that will be greater than or equal to 0. ഈ ഒരു കേസിലായിരിക്കും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ട് മാറുക. ഓക്കെ, അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നെഗറ്റീവ് സൈൻ ഔട്ട് സൈഡിലേക്ക് എടുത്തു. നെഗറ്റീവ് ഓഫ് x² - 3x - 4, that will be greater than or equal to 0 എന്നെടുത്തു. ഓക്കെ, ഇനി അതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്താലോ? -4ഉം -3യും പ്രൊഡക്റ്റ് -4 കിട്ടണം, സം കിട്ടേണ്ടത് -3 ആണ്. അപ്പൊ ഏതാ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക? -(x - 3) എന്നെടുക്കാം. ദെൻ ഇവിടെ x+1 എടുത്താലോ? x +1 അല്ല, അപ്പൊ ഇതിവിടെ 4 അല്ലേ നമുക്ക് എടുക്കാൻ പറ്റുക? x - 4 × x+1. പ്രൊഡക്റ്റ് നോക്കൂ, പ്രൊഡക്റ്റ് -4 കിട്ടി, സമ്മ് -3 കിട്ടി. അപ്പം x - 4 × x+1 greater than or equal to 0 എന്നുള്ളതാണ് അവിടെ നമുക്ക് പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ x - 4 × x+1, ഇവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടി ഇല്ലേ? നമുക്ക് ആ നെഗറ്റീവ് സൈനിനെ ഒരു ബ്രാക്കറ്റിന്റെ ഇൻസൈഡിലേക്ക് എടുത്താൽ we have 4 - x × x+1 greater than or equal to 0 എന്നുള്ളതാണ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന പോയിന്റ്.
ഓക്കെ, ഇനി ഈ പ്രോഡക്റ്റ് എപ്പോഴാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്പർ ലൈൻ കൺസിഡർ ചെയ്യൂ. ഇത് പ്ലസ് ഇൻഫിനിറ്റി, ഹിയർ മൈനസ് ഇൻഫിനിറ്റി. 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 4 ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 4. ദെൻ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു -1 ആണ് അല്ലേ. സോ എക്സ് ഇസ് ഈക്വൽ ടു -1. ദെൻ മൈനസ് ഇൻഫിനിറ്റി ടു -1. ആ പോയിന്റിന്റെ ഇടയ്ക്ക് നമുക്ക് -2 കൺസിഡർ ചെയ്യാം. -2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 4 -2 ആണ് വരിക, അത് പ്ലസ് ആ വരിക അല്ലേ. ദെൻ -2 + 1 അവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും വരുന്നതുകൊണ്ട് ദാറ്റ് പോർഷൻ നെഗറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് -1 to 4. -1 to 4 ഉള്ള ഒരു പോയിന്റ് ഏതാ? 0 കൺസിഡർ ചെയ്യാം. 0 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 4 - 0 4 പോസിറ്റീവ് ആണ്. 0 + 1 അതും പോസിറ്റീവ് ആണ്. സോ ഹിയർ ദിസ് റീജിയൻ ഈസ് പോസിറ്റീവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് 4 to infinity ആണ്. 5 എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 4 - 5 അത് നെഗറ്റീവ് വരും. 5 + 1 പോസിറ്റീവ് വരും. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വരുന്നതുകൊണ്ട് ഈ റീജിയൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. സോ വി ഹാവ് -∞ to -1 നെഗറ്റീവ് ആണ്. -1 to 4 എന്നുള്ള പോർഷൻ പോസിറ്റീവ് ആണ്. ദെൻ 4 to infinity എന്നുള്ളത് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മളുടെ റീജിയൻ ഏതായിരിക്കും ബിലോങ് ചെയ്യേണ്ടത്? ഈ ഒരു റീജിയൻ ആയിരിക്കും. >= 0 അല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ആ ഒരു റീജിയൻ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇന്റർവെൽ എങ്ങനെ എഴുതാൻ പറ്റുക? സെക്കൻഡ് ആ സ്ക്വയർ റൂട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്റർവെൽ എന്ന് പറയുന്നത് -1 to 4 എന്നുള്ളതാണ് ഈ സെക്കൻഡ് സ്ക്വയർ റൂട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്റർവെൽ എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് വേണ്ട ഫംഗ്ഷൻ ഈ 2 സ്ക്വയർ റൂട്ടുകളുടെയും സമ്മാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ 2 പ്രോപ്പർട്ടീസും കൂടി ജോയിൻ ചെയ്യുന്ന റീജിയൻ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ -∞ to -3 വരെ ഉള്ളൂ. ഇവിടെ പക്ഷേ -1 to 4 മുതലാണ് അല്ലേ. അപ്പോൾ ഈ റീജിയൻ എന്തായാലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. ഇനി ഇവിടെ യൂണിയൻ 2 to infinity ആണ്. പക്ഷെ ഇവിടെ -1 to 4 ആണ്. -1 to ആ 2 വരെയുള്ള പോർഷൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ? 2 ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ -1 to ഓപ്പൺ ഇന്റർവൽ 2 വരെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല അല്ലേ. അപ്പോൾ രണ്ടും കോമൺ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെയായിരിക്കും നമുക്ക് ആ റീജിയൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇവിടെ ക്ലോസ്ഡ് ഇന്റർവൽ 2 to അപ് ടു എവിടെ വരെയായിരിക്കും? ക്ലോസ്ഡ് ഇന്റർവൽ 4 വരെ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ f(x) എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺലി ഫോർ എവിടെയാണ്? x belongs to ക്ലോസ്ഡ് ഇന്റർവൽ 2 to 4 എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ പറയാനായിട്ട് സാധിക്കുക. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ 2 സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും അത് രണ്ടും ഇതേപോലെ സെപ്പറേറ്റ് എടുത്തിട്ട് അതിന്റെ റീജിയൻ ഡൊമൈൻ എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ആ 2 റീജിയനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണോ അതായിരിക്കും നമ്മുടെ കൺസേൺഡ് ഡൊമൈൻ്റെ റീജിയനിൽ വരിക. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഇതേപോലെ ഒരു നമ്പർ ലൈൻ വരച്ച് നോക്കിയാൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. റേഞ്ച് ലെസ് ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഹാൻഡിൽ ചെയ്തു അല്ലേ. അപ്പോൾ ഇനി ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇതേപോലെ ഒരു ഡൊമൈൻ്റെ ഫംഗ്ഷനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതേ രീതിയിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്